കാവുകണ്ടം സെന്റ് മരിയ ഗൊരേത്തി ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ രക്തദാനം മഹാദാനം എന്ന മഹത്തായ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി 125 തവണ രക്തദാനം നടത്തുകയും അനേകം രോഗികൾക്ക് മറ്റുള്ളവരെ കൊണ്ട് രക്തദാനം ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ ഷിബു തെക്കേമറ്റത്തെ ആദരിച്ചു. കാവുകണ്ടം സെന്റ് മരിയ ഗൊരേത്തി പാരിഷ് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വികാരി ഫാദർ സ്കറിയ വേഗത്താനം പൊന്നാട അണിയിച്ചും ഇടവകയുടെ ഉപകാരം നൽകിയും ആദരിച്ചത്. കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഉപ്പുമാക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AKCC പ്രസിഡന്റ് ജോജോ പടിഞ്ഞാറയിൽ, പിതൃവേദി പ്രസിഡന്റ് ഡേവിസ് കല്ലറയ്ക്കൽ, മാതൃവേദി പ്രസിഡന്റ് നൈസ് ലാല തെക്കലഞ്ഞിയിൽ, പാല ബ്ലഡ് ഫോറം ഡയറക്ടർ ബോർഡ് അംഗം ജെയ്സൺ പ്ലാക്കണ്ണിക്കൽ, ജോയൽ ആമിക്കാട്ട്, ഡോക്ടർ മാമച്ചൻ, സിസ്റ്റർ ആഗ്നസ് FCC, സിസ്റ്റർ ബിൻസി FCC എന്നിവർ പ്രസംഗിച്ചു. ജോഷി കുമ്മേനിയിൽ, ജസ്റ്റിൻ മനപ്പുറത്ത്, അഭിലാഷ് കോഴിക്കോട്ട്, തോമസ് ആണ്ടുകുടിയിൽ, ബിജു കോഴിക്കോട്ട്, ജോസ് കോഴിക്കോട്ട്, ബിജു ഞള്ളായിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം മറുപടി പ്രസംഗത്തിലൂടെ രക്തദാന സന്ദേശവും നൽകി. രക്തദാനം ജീവദാനം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പലരും മുമ്പെയൊക്കെ ഞാൻ കണ്ടു, രക്തം കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ കൊടുക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഒഴിഞ്ഞുമാറലൊക്കെ ഓരോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ രക്തത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവണമെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തെ ഒരാവശ്യം വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നുള്ളൂ. 18 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള, 55 ഇപ്പോൾ 60 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്, 60 വയസ്സിനും ഇടയിലുള്ള 50 കിലോഗ്രാമിന് മുകളിലുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും, ആരോഗ്യമുള്ള ആർക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. ഈ രക്തം ദാനം ചെയ്യുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്നുള്ളത് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു സ്വയം ഹെൽത്ത് ചെക്കപ്പ് ഓരോ തവണ രക്തം ദാനം ചെയ്യുമ്പോഴും ആ രക്തം ദാനം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ട ഇടവകങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഈ ഇടവകയാണേലും അല്ലെങ്കിൽ ഏതൊരു ഇടവക ഒരു പഞ്ചായത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ 1-2 വീട്ടിൽ മാത്രം കണ്ടുവരുന്ന ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഇന്ന് നമ്മളൊരു 10 വീടെടുത്താൽ അവിടെ ഒരാൾക്കെങ്കിലും ഈ അസുഖങ്ങൾ കണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കാവുകണ്ടം ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ ഷിബുവിന് ഇപ്പോൾ ആദരവ് അർപ്പിക്കുന്നതാണ്. ഷിബു സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ്, ബ്ലഡ് ഫോറം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഷിബു സാർ ഇപ്പോൾ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ പേരിൽ എല്ലാവരുടെയും രക്തം പരിശോധിച്ച് ഗ്രൂപ്പെല്ലാം കുറേയൊക്കെ നിർണ്ണയിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി അതൊരു ഫോറമായിട്ട് ഒന്ന് അസംബിൾ ചെയ്ത് എല്ലാം ഒന്ന് എടുത്താൽ മതി. അവരെല്ലാം കൂട്ടിക്കൊണ്ട് നമുക്ക് ഇവിടെ ഏത് മതസ്ഥരായ ആളുകൾക്കും എപ്പോൾ ആവശ്യമുള്ളപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ രക്തം കൊടുക്കാവുന്ന ഒരു കൂട്ടായ്മ, നമുക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നത് ശുഭകരമായ കാര്യമാണ്. ഏതായാലും ഇന്നും അതിന് ഒരു തുടക്കം കുറിക്കുകയാണ്. 5 വർഷം മുമ്പ് പൈകപ്പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് സൃഷ്ടി ചെയ്ത അവസരത്തിൽ ഞാൻ ഷിബുവിനെ അന്ന് വിളിച്ച് അവിടെ ഒരു ബ്ലഡ് ഫോറം ഗ്രൂപ്പ് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നും ഇവിടെ ഒരു ടീം ഇതിനുവേണ്ടി തയ്യാറായി നമുക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടങ്ങാം. വളരെ നല്ലൊരു സുദിനമാണിന്ന്. കാരണം രക്തം കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചും ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഷിബു സാർ പറയുന്നുണ്ടായി. ഞങ്ങളുടെ ഈ ഇടവക വരികയും ഇവിടെ വന്ന് ഞങ്ങളുടെ ഇടവയോട് കാണിച്ച ഈ സ്നേഹത്തിന് ഷിബു സാറിനും ഈ വേദിയിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ജിജിയും തമ്പിക്കും മറ്റെല്ലാ വ്യക്തികൾക്കും എൻ്റെ ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.